ആത്മീയ ജീവിതത്തിൽ പരിശോധനകൾ ഏറുമ്പോൾ കൂടി വരുംതോറും ഒരു കാര്യം ഓർത്തോ, വാഗ്ദത്തങ്ങളുടെ നിവൃത്തി അടുത്തിരിക്കുകയാണ്. വാഗ്ദത്തങ്ങളുടെ നിവൃത്തി നടക്കുന്നതിന് മുമ്പായി ദൈവം ചില ശോധനകൾ അനുവദിക്കും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ ദൈവം നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ കഠിനമായ പരിശോധനകൾ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെടേണ്ട. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. 105-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യോസേഫിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക സങ്കീർത്തനമായ 105-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റല്ലോ. യോസേഫിനെ ദാസനായി വിറ്റു, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. യാക്കോബിൻ്റെ 12 മക്കൾ, അവർക്ക് ക്ഷാമകാലത്ത് ദേശം മുഴുവൻ, രാജ്യങ്ങൾ മുഴുവൻ കഠിനമായ ക്ഷാമത്തിലേക്ക് പോയപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ ദൈവം അവർക്ക് മുമ്പായി ഒരുവനെ, യോസേഫിനെ ഈജിപ്തിലേക്ക് അയച്ചു. പക്ഷെ അയക്കപ്പെട്ടത് കഠിനമായ ശോധനയിൽ കൂടെയാണ്. അവൻ കടന്നുപോയ ശോധന വലുതായിരുന്നു. അവൻ്റെ മേൽ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. ആ ശോധനകളെ നേരിടുവാനുള്ള ദൈവ സാന്നിധ്യം അവൻ അനുഭവിച്ചു. ദൈവം അവനെ ഉറപ്പിച്ചു നിർത്തി. ഞാൻ പറയാം, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുന്നത് വരെ ചില ശോധനകളുണ്ട്. ആ ശോധനയെ ദൈവം കൈവിട്ടിട്ട് പോകില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ആ പോത്തിഫേറിന്റെ ഭാര്യ യോസേഫിനെതിരെ തെറ്റായിട്ടുള്ള പരാതികൾ കൊടുത്ത്, വ്യാജ പരാതികൾ കൊടുത്ത് അവനെ ജയിലിലേക്ക്, കാരാഗ്രഹത്തിൽ രാജ്യദ്രോഹ കുറ്റമുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അടുത്ത വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ ദൈവം യോസേഫിനോട് കൂടെയിരുന്നു. കാരാഗ്രഹത്തിൽ ദൈവം കൂടെയിരുന്നു. ഹല്ലേലൂയ. ശോധന അനുവദിക്കുന്ന ദൈവം കൂടെ തന്നെ ഉണ്ട്. യോബ് വലിയ ശോധനയിൽ കൂടെ കടന്നുപോയ മനുഷ്യന്, പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ച് 105-ാം സങ്കീർത്തനത്തിന്റെ 18-19 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ കടന്നുപോയ ബന്ധനങ്ങളും ശോധനകളും എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ട്. യഹോവയുടെ വചനം നിവൃത്തിയാകുന്നതുവരെ അവന്റെ അരുളപ്പാടിനാൽ, ദൈവത്തിന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിച്ചു. അവൻ ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങുകയും ചെയ്തു. യഹോവയുടെ ആലോചന നിവൃത്തിയാകുന്നത് വരെ ദൈവം അവനെ അനുവദിച്ച് അവൻ്റെ കാലുകൾ ബന്ധിക്കപ്പെടുവാൻ, ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുവാൻ, വിലങ്ങുകൾ കൊണ്ട് ബന്ധിക്കപ്പെടുവാൻ ദൈവം അവനെ അനുവദിച്ചു. ചില ശോധനകൾ ദൈവം അനുവദിക്കും. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിളിയില്ലെന്നോ ദൈവത്തിൻ്റെ സ്നേഹമില്ലെന്നോ ദൈവം വിടുവിക്കില്ലെന്നോ അർത്ഥമല്ല. ദൈവം ഏറ്റവും സ്നേഹിക്കുന്നു. ആ ശോധനയ്ക്കപ്പുറത്തേക്ക് വലിയൊരു പദവിയും നന്മകളുമുണ്ട്. സഹോദരങ്ങളെ, ദൈവം എനിക്ക് ഈ സന്ദേശം പറയാനായിട്ട് എനിക്ക് നിയോഗം നൽകിയതിൻ്റെ പിന്നിൽ വളരെയേറെ നേരം ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്: മക്കളെ, ഒരു ശോധന ജീവിതത്തിൽ വരും. പക്ഷേ ആ ശോധനയ്ക്കപ്പുറം, ആ ശോധന വരുന്നതിൻ്റെ കാരണം വാഗ്ദത്വം അടുത്തതുകൊണ്ടാണ്. ഇസ്രായേൽ ജനം 400 വർഷത്തോളമാണ് ഈജിപ്തിൽ കടന്നത്, ഫറവോന്റെ അടിമകളായി കടന്നത്. എന്നാൽ ലാസ്റ്റ് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവൃത്തിയാക്കണം. അതുകൊണ്ട് അവരെ ഈജിപ്തിൽ, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുപോകണം. ആ സമയമായപ്പോഴേക്കും ഫറവോ ഒത്തിരി പീഡിപ്പിക്കാൻ തുടങ്ങി. അവരുടെ പീഡനം, അവരെ പീഡിപ്പിച്ച പീഡ വലുതായപ്പോൾ പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം: അടിമ വേല നിമിത്തം ഇസ്രായേൽ ജനം നെടുവീർപ്പിട്ട് യഹോവയുടെ നിലവിളിച്ചു. ആ നിലവിളി യഹോവയുടെ ചെവിയിലെത്തി. ആമേൻ. അപ്പോഴാണ് ദൈവം മോശയ്ക്ക് ദർശനം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ശോധന വർദ്ധിക്കുമ്പോൾ, പീഡകൾ വർദ്ധിക്കുമ്പോൾ, അടിമത്തം ഏറുമ്പോൾ, നിലവിളി ഉയരുമ്പോൾ വാഗ്ദത്തം വരും. ദൈവം ഓർക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഓർക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന വലിയ പരിശോധനയിൽ അതിനെ അളക്കാൻ ആർക്കും കഴിയില്ലായിരിക്കും. പലരും പരിഹസിക്കാനായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ആ ശോധനയുടെ നടുവിൽ, ഈ ശോധന വർദ്ധിക്കുമ്പോൾ മറക്കണ്ട, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയും വാതുക്കെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണ് എബ്രായ ലേഖന കർത്താവായ ദൈവദാസൻ എഴുതുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം: സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ,
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, സകലത്തിലും ലാക്കും കാരണബോധനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ, യേശുക്രിസ്തു തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. യേശു കടന്നുപോയ വേദന, ശോധന, ക്രൂശുമരണം ഉൾപ്പെടെയുള്ള ശോധനകൾ, അതിനപ്പുറത്തേക്കൊരു ഉയർപ്പും ജനകോടികളുടെ രക്ഷയ്ക്കും ജീവനും പിശാചിൻ്റെ കയ്യിൽ നിന്ന് ജനത്തെ പിടിച്ചെടുത്ത് ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന ഒരു ദൈവികമായ വാഗ്ദത്തം നിവർത്തിയായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കടന്നു പോകുന്ന ശോധന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്കുള്ള പടിയാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട. അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള വിഷയമായിരിക്കാം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള വിഷയങ്ങളായിരിക്കാം. ഏത് വിഷയത്തിലാണെങ്കിലും ഇത് ശോധന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്നയും പരിഹാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ ഒരു മാറുതിയും മാറ്റവും ദൈവം തരുന്നുണ്ട്. ദൈവം അതിനൊരു മാറ്റം വരുത്തും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. പരിശോധന വർദ്ധിക്കുമ്പോൾ വാഗ്ദത്തം അടുത്തിരിക്കുന്നു. വിശ്വസിക്കുക. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും ഇടപെടാതെ ബാധിക്കപ്പെടുന്നു, ഒരുപാട് ശോധനയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ കർത്താവ്, ഇതിന് നടുവിൽ ദൈവം കാണുന്നില്ലയോ, ദൈവം അറിയുന്നില്ലയോ, ഒരു മറുപടി ഇല്ലയോ എന്ന് ആകുലപ്പെട്ടിരിക്കുന്നതിന് നടുവിൽ കർത്താവെ, നീ സംസാരിച്ചല്ലോ, വാഗ്ദത്തം അടുത്തിരിക്കുന്നു. കർത്താവെ, ചില രക്ഷകന്മാരെ മോശയെ പോലെ എഴുന്നേൽപ്പിച്ച് കനാനിലേക്ക് കൊണ്ടുപോകുവാൻ, വിടുതലിലേക്ക് കൊണ്ടുപോകുവാൻ, അടിമത്തം മാറ്റി മക്കൾക്കൊരു ദൈവിക വിടുതൽ കൽപ്പിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരട്ടെ, വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ, കുടുംബത്തിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഇന്ന് നിന്റെ മക്കൾക്ക് കൊണ്ട് ഒരു അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കെ. ഈ സന്ദേശം പതിവ് പോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. God bless you. Have a beautiful day.